വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് സിഗിൻ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. എല്ലാവരും താല്പര്യമുള്ളവർ അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഇൻ്റർഫേസ് ഉണ്ടാവുക. ഇതിൽ നിങ്ങൾ ആദ്യം തന്നെ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്താൽ നിങ്ങൾക്ക് 100 റുപ്പീസ് കിട്ടും. പിന്നെ ഇതിൽ ഒരുപാട് ഗെയിംസ് ഉണ്ട്. നിങ്ങൾക്ക് ഗെയിം കളിച്ചുകൊണ്ട് തന്നെ ഇതിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിലിപ്പോൾ ഒരു ഇവൻറ്റ് നടന്നു പോകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കുക. പിന്നെ ഇതിൽ 5 ഓപ്ഷൻസാണ് വരുന്നത്: പ്രൊമോഷൻസ്, ഡെപ്പോസിറ്റ്, സപ്പോർട്ട് ആൻഡ് യൂസർ. ഇതിൽ യൂസർ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ്, നിങ്ങളുടെ ഡെപ്പോസിറ്റും വിഡ്രോയിൽ, പിന്നെ നിങ്ങളുടെ വാലറ്റ്, എല്ലാ ഓപ്ഷൻസ് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സപ്പോർട്ടാണ്, അവർ ലൈവായിട്ട് അവരായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വാട്സപ്പ് ഉണ്ട്, ടെലിഗ്രാം ഉണ്ട്, നിങ്ങൾക്ക് 24 hours അവർ സപ്പോർട്ട് തരും. പിന്നെ ഡെപ്പോസിറ്റാണ്, നിങ്ങളുടെ ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ പ്രൊമോഷൻസ് ആണ്. പ്രൊമോഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ന്യൂ മെമ്പേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ആ ന്യൂ മെമ്പേഴ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഇവൻറ്റ്സ് കാര്യങ്ങൾ ഇവർ തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ നമുക്ക് എന്തായാലും വീഡിയോയിൽ കിടക്കാം. ഫൈനലി നമ്മളിവിടെ HDR ഷാർപ്പൻ CC 3.0 ട്യൂട്ടോറിയലാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപാട് പേര് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട്, എവിടെ CC, എവിടെ, എന്താണ് എപ്പോഴും അപ്ലോഡ് ചെയ്യാത്തത്, 1 മാസമായല്ലോ, എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. സോ ഫൈനലി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ HD വീഡിയോസ് മാത്രം എഡിറ്റ് ചെയ്യാനായിട്ട് എടുക്കുക. അതാണ് എൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഓവറായിട്ട് കസ്റ്റമൈസ് ചെയ്യാണ്ടിരിക്കുക. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ഈ ഒരു CC ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഓവറായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു കാര്യം ഇല്ലാണ്ടാക്കരുത്. കറക്റ്റ് ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ. പിന്നുള്ളത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു CC അപ്ലൈ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. സാധാരണ 2.0ക്ക് 15 മിനിറ്റാണ് പിടിക്കാറ്. പക്ഷേ ഈ ഒരു CCക്ക് 40 to 50 മിനിറ്റെങ്കിലും മിനിമം അല്ലെങ്കിൽ മാക്സിമം പിടിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യാറ്. സോ നിങ്ങൾ അതും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി ഞാൻ HDR ഷാർപ്പൻ CC 3.0 പറ്റിയിട്ട് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. മെയിൻലി നമ്മൾ ഇതിലോട്ട് 4 റെക്റ്റാങ്കിൾസ് ആണ് ആഡ് ചെയ്യുന്നത്. ബേസ്, പിന്നെ അതൊന്ന് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹെയ്സ് ഫ്ലെയർ ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 3.0 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റെക്റ്റാങ്കിളാണ് ഈ ഒരു റെക്റ്റാങ്കിൾ 3 എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് 4th റെക്റ്റാങ്കിളാണത്. അത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് ആഡ് ചെയ്യാം, വേണ്ടാത്തവർക്ക് ആഡ് ചെയ്യേണ്ട. ഞാൻ പേഴ്സണലി ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ. ഇനി നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. സോ ഈ ഒരു 3.0 CCയുടെ ബേസ് ആയിട്ടുള്ള ഫസ്റ്റ് റെക്റ്റാങ്കിൾ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു റെക്റ്റാങ്കിളാണ് ഈ ഒരു CCയുടെ ബേസ് എന്ന് പറയുന്നത്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ട് ഫിൽ സ്ക്രീൻ ചെയ്യുക. ഈ ഒരു റെക്റ്റാങ്കിൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സൂം ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. ഓക്കെ. അതിനുശേഷം നിങ്ങൾ റെക്റ്റാങ്കിൾ 1 സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ഓതേഴ്സ് സെലക്ട് ചെയ്തിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ് എഫക്റ്റാണ്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ടത് സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ആണ്. കളേഴ്സ് ആൻഡ് ലൈറ്റിൽ പോയിട്ട് സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് കണ്ടുപിടിച്ചിട്ട് എഫക്റ്റ് ആഡ് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം സാച്ചുറേഷൻ ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുക, -100% ആക്കി കൊടുക്കുക. എന്നിട്ട് ബാക്ക് വന്നിട്ട് ഇൻവേർട്ട് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. ആ ഒരു എഫക്റ്റാണ് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത്. സോ ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻവേർട്ട് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും, ഇൻവേർട്ട്. സോ ഈ ഒരു എഫക്റ്റ് നിങ്ങൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു 3 കാര്യങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. ചെയ്തിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് ആണ്. ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, കളേഴ്സ് ആൻഡ് ലൈറ്റിൽ പോയിട്ട് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് ആഡ് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്തിട്ട് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് +12 ആക്കി കൊടുക്കുക. കറക്റ്റ് ഇത് മാറരുത്, +12 തന്നെ ആക്കി കൊടുക്കണം. അതിനുശേഷം കോൺട്രാസ്റ്റ് നിങ്ങൾ 71 ആക്കി കൊടുക്കുക. 70 or 71 ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ 70 കൊടുക്കുന്നുണ്ട്. ബാക്ക് വരാം. ഇനി നമ്മൾ ഗോഷ്യൻ ബ്ലറാണ് ഈ ഒരു റെക്റ്റാങ്കിൾ 1ലെ ലാസ്റ്റ് എഫക്റ്റ് ആയിട്ടുള്ള ഗോഷ്യൻ ബ്ലറാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഗോഷ്യൻ ബ്ലർ നിർബന്ധമാണ്. പക്ഷേ ഒരു കാര്യം പറയാം, ഗോഷ്യൻ ബ്ലർസ് ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര ലാഗ് വരാൻ സാധ്യതയുണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല, ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്യാം. വേറൊരു നിവൃത്തിയില്ല. ഈ ഒരു CCക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഇതിൽ കുറേ ബ്ലർ വരുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ഫോൺ എന്തായാലും പൊട്ടിത്തെറിക്കൊന്നുമില്ല, എന്തായാലും കാണാം, എന്താ ഉണ്ടാവുമെന്ന് കാണാമല്ലോ. ഗോഷ്യൻ ബ്ലർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് 450 ആണ്. കറക്റ്റ് 450 തന്നെ കൊടുക്കണം, മാറാനൊന്നും പാടില്ല. കറക്റ്റ് 450 കൊടുക്കണം. എന്നാലാണ് ഞാൻ ഉപയോഗിക്കുന്ന ആ ഒരു CC നിങ്ങൾക്ക് കിട്ടുള്ളൂ. കറക്റ്റ് മാറാനൊന്നും പാടില്ല. ഓക്കെ. സോ നമ്മൾ ബേസ് ആയിട്ടുള്ള ഈ ഒരു CC നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ റെക്റ്റാങ്കിൾ 1 സെലക്ട് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് കോൺട്രാസ്റ്റിൽ സോഫ്റ്റ് ഓവർലേ ആക്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു
50യുടെ അടിയിലേക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 50 എന്തായാലും 50യുടെ അടിയിലേക്കാണ് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 48 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ റെക്റ്റാങ്കിൾ 2 ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ഇവിടെ ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു പരിധി വരെ മാത്രമേ സൂം ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ, ഫുള്ളായിട്ട് സൂം ചെയ്ത് കൊടുക്കാണ്ടിരിക്കുക. ഇനി നമ്മൾ ഏതൊരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുമ്പോഴും ആദ്യം ആഡ് ചെയ്യേണ്ട എഫക്റ്റാണ് കോപ്പി ബാക്ക്ഗ്രൗണ്ട്. സോ നിങ്ങൾ ആ ഒരു എഫക്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഓതേഴ്സിലുണ്ടാവും കോപ്പി ബാക്ക്ഗ്രൗണ്ട്, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യാം. ഇനി നമ്മൾ രണ്ടാമതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ആണ്. സോ കളേഴ്സ് ആൻഡ് ലൈറ്റിൽ പോയിട്ട് സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ഇതിലോട്ട് ആഡ് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം സാച്ചുറേഷൻ നിങ്ങൾ -86 ആണ് കൊടുക്കേണ്ടത്. 85 ആയാലും കുഴപ്പമില്ല, 86 ഞാൻ എന്തായാലും 86 കൊടുക്കും. ഞാൻ 86 ആണ് കൊടുക്കുന്നത്. ഓക്കെ, സോ നമ്മൾ രണ്ടാമത്തെ എഫക്റ്റും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് എക്സ്പോഷർ ആൻഡ് ഗാമ ആണ്. സോ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം കളേഴ്സ് ആൻഡ് ലൈറ്റിൽ പോയിട്ട് എക്സ്പോഷർ ആൻഡ് ഗാമ ആഡ് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നിങ്ങൾ എക്സ്പോഷർ ആൻഡ് ഗാമയിലെ എക്സ്പോഷർ 0.43 ആക്കി കൊടുക്കുക. കറക്റ്റ് 0.43 ആക്കി കൊടുക്കുക. ഗാമിങ് ഓഫ്സെറ്റും നിങ്ങളൊന്നും ചെയ്യേണ്ട, എക്സ്പോഷർ മാത്രമേ ഇതിൽ കറക്റ്റ് ചെയ്യേണ്ടതുള്ളൂ. ബാക്ക് വരിക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കളർ ടെമ്പറേച്ചറാണ് നമ്മൾ ലാസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത്. 4 എഫക്ട്സാണ് നമ്മൾ റെക്റ്റാങ്കിൾ ടൂളിൽ ആഡ് ചെയ്യേണ്ടത്. അതിൽ ഏറ്റവും ലാസ്റ്റ് എഫക്റ്റാണ് കളർ ടെമ്പറേച്ചർ. സോ നമ്മൾ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം കളേഴ്സ് ആൻഡ് ലൈറ്റിൽ പോയിട്ട് കളർ ടെമ്പറേച്ചർ ഇതിലോട്ട് ആഡ് ചെയ്യുക. മുകളിലായിട്ട് കാണാം, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം കളർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 13,880 കൊടുക്കേണ്ടത്. ഏകദേശം ഇത്ര രീതിയിൽ കൊടുക്കുക. ഞാനിപ്പോൾ കൊടുത്തുള്ളത് 13,670K. ഓക്കെ, അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുത്തുള്ളത്. ജസ്റ്റ് ആ ഒരു ബ്ലൂ പോലെ രീതിയിൽ വരാനാണ് നമ്മൾ ഈ ഒരു കളർ ടെമ്പറേച്ചർ ആഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ റെക്റ്റാങ്കിൾ 2 എല്ലാ എഫക്ട്സും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റെക്റ്റാങ്കിൾ 2 സെലക്ട് ചെയ്തതിനു ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് കോൺട്രാസ്റ്റിൽ ഓവർലേ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു CC കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രധാന എഫക്റ്റ് 3.0 പ്രധാന എഫക്റ്റ് ആയിട്ടുള്ള റെക്റ്റാങ്കിൾ 3 ആണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു റെക്റ്റാങ്കിൾ 3 ഉണ്ടെങ്കിൽ മാത്രമേ 3.0 എന്ന് ഇതിനെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ റെക്റ്റാങ്കിൾ 3 ആണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ മെയിൻലി വരുന്നത് 5 എഫക്ട്സ് ആണ് ഈ ഒരു റെക്റ്റാങ്കിൾ 3യിൽ മെയിൻലി വരുന്നത്. സോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യണം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്ക് വന്നിട്ട് ഞാൻ ആദ്യം കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ഞാനിവിടെ ഓതേഴ്സ് സെലക്ട് ചെയ്തിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ബാക്ക് വന്നിട്ട് ഡയറക്ഷണൽ ബ്ലറാണ് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട എഫക്റ്റ്. ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ബ്ലർ സെലക്ട് ചെയ്യുക, ഡയറക്ഷണൽ ബ്ലർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ബ്ലർ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ലാഗ് വരും. വേറൊന്നും ചെയ്യാനില്ല, വേറൊരു ഓപ്ഷനും ഇല്ല, സഹിക്കുക, വേറെ ഓപ്ഷനൊന്നുമില്ല. സ്ട്രെങ്ത്ത് നിങ്ങൾ ഫുൾ ആക്കി കൊടുക്കുക, 1.00 ആക്കി കൊടുക്കുക. ആംഗിൾ നിങ്ങളൊന്നും ചെയ്യേണ്ട, സ്ട്രെങ്ത്ത് മാത്രം നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ബാക്ക് വന്നിട്ട് വിഗ്നിറ്റ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. സോ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വിഗ്നിറ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സൈസ് 100% ആക്കി കൊടുക്കുക. 100%. അതിനുശേഷം റൗണ്ട്നെസ് എടുത്തിട്ട് 0 ആക്കി കൊടുക്കുക, 0%. അതിനുശേഷം ഫെദേഴ്സ് നിങ്ങൾ ഒരു 750 കൊടുക്കുക. ഫെദേഴ്സ് 0.750. ഓക്കെ, അതിനുശേഷം സ്ട്രെങ്ത്ത് നിങ്ങൾ ഫുള്ള് കൊടുക്കുക, ടിൻറ്റും ഫുള്ള് കൊടുക്കുക. ഓക്കെ, സോ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നതിന് ശേഷം ഇതിൽ ഇനിയും ഓപ്ഷൻസ് ഉണ്ട്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് ഉണ്ട്, അതാണ് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട എഫക്റ്റ്. എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നാലാണ് ഈ ഒരു ഓഫ്സെറ്റ് ഉണ്ടാവുക. ആ ഒരു എഫക്റ്റ് ഇതിലോട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് വാല്യൂ 500 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് സെൻറ്റർ എക്സ് വാല്യൂ നമ്മൾ കറക്റ്റ് സെൻറ്റർ കൊടുക്കണം.
500. ഓക്കെ, സോ നമ്മൾ സെൻട്രലാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു വെളിച്ചം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്, സീനില്ല. ഇനി നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഗോഷ്യൻ ബ്ലറാണ്. സോ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ബ്ലർ സെലക്ട് ചെയ്യുക, ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്യുക. സോ ഈ ഒരു റെക്റ്റാങ്കിൾ 3ൽ മെയിൻലി 2 ബ്ലർ ആഡ് ചെയ്യുന്നുണ്ട്, ഡിറക്ഷണൽ ബ്ലറും ഗോഷ്യൻ ബ്ലറും. അതിൽ ഡിറക്ഷണൽ ബ്ലർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എന്തായാലും ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ഗോഷ്യൻ ബ്ലറും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ഒരു 2 എഫക്റ്റ് ഇത് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ലാഗ് വരും. എനിക്കിപ്പോൾ തന്നെ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. 0.240 ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ ആ ഒരു കാര്യം ഇവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്ക് വരാം. ഇനി നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ 3 ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. സോ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എടുത്തതിന് ശേഷം ലൈറ്റ് ആണിൽ സ്ക്രീന് ക്ലിക്ക് ചെയ്യുക. സ്ക്രീൻ അല്ലെങ്കിൽ ലൈറ്റ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക. ഞാനിവിടെ ലൈറ്റ് ആണ് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ലൈറ്റ് ആണ് കൊടുക്കുന്നത്. ഒരു കാര്യം ചെയ്യും, നിങ്ങളും ലൈറ്റ് ആണെന്ന് കൊടുത്തു. സോ നമ്മൾ മെയിൻലി ഇവിടെ 3 റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇനി ഒരു റെക്റ്റാങ്കിളും കൂടി ആഡ് ചെയ്യണം, റെക്റ്റാങ്കിൾ 4. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഈ ഒരു HDR Sharpen CC 3.0 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓപ്ഷനിലാണ് ജസ്റ്റ് ഒരു എക്സ്പോഷർ ഇങ്ങനെ വരുന്ന പോലെ ഒരു ഫ്ലിക്കർ എഫക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത എഫക്റ്റ് ആഡ് ചെയ്യുന്നത്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇത് തന്നെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റെക്റ്റാങ്കിൾ 4 നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അഥവാ കുറച്ചുകൂടി ഒരു പവർ ആവണം, എൻ്റെ ഒരു CC നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കിൾ 4 കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക, അതിനുശേഷം ഫിൽ സ്ക്രീൻ ചെയ്യുക. എന്നിട്ട് എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എല്ലാ എഫക്ട്സിലും എല്ലാ റെക്റ്റാങ്കിളും ആഡ് ചെയ്യുന്ന പോലെ തന്നെ അത് സെലക്ട് ചെയ്തിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് ഇതിലും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, കളേഴ്സ് ആൻഡ് ലൈറ്റിൽ പോയിട്ട് എക്സ്പോഷർ ആൻഡ് ഗാമ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ എക്സ്പോഷർ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടി ജസ്റ്റ് കറക്റ്റ് കൊടുക്കുക. ഞാനിവിടെ ഒരു അറൗണ്ട് ഒരു 35 കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് എക്സ്പോഷർ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടി അത്രയും നിങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒരു ഫ്ലിക്കർ പോലെ ഇത് കാര്യം വരും, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമില്ല. അതിനുശേഷം നിങ്ങൾ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റിയിൽ പോയാൽ നിങ്ങൾക്ക് ഫ്ലിക്കർ എഫക്റ്റ് കാണാനായിട്ട് പറ്റും. അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഫ്രീക്വൻസി കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സ്ട്രെങ്ത്ത് ഫുള്ളാക്കി കൊടുക്കുക, ഫ്രീക്വൻസിയും ഫുള്ളാക്കി കൊടുക്കുക, എല്ലാതും ഫുള്ളാക്കി കൊടുക്കുക. അത്ര തന്നെ. ബാക്ക് വന്നിട്ട് ഇത്ര തന്നെ ഉള്ളൂ. 3 എഫക്ട്സാണ് നമ്മൾ റെക്റ്റാങ്കിൾ 4ൽ ആഡ് ചെയ്യുന്നത്. സോ നമ്മുടെ HDR Sharpen CC ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 1 2 3 4 റെക്റ്റാങ്കിളാണ് നമ്മൾ മെയിൻലി ആഡ് ചെയ്യേണ്ടത്. ഇനി ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ഒരു CC അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. ആ ഒരു പ്രശ്നത്തിനുള്ള എങ്ങനെ അത് സോൾവ് ചെയ്യാന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു CC ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഫ്രെയിം പോലെ ഒരു വൈറ്റ് കളർ വന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഒരുപാട് പേരിൽ ഞാൻ ഈ ഒരു HDR Sharpen CC 2.0 ഒരുപാട് പേരിൽ ഞാൻ ഈ ഒരു പ്രോബ്ലം കണ്ടിട്ടുണ്ട്. ഈ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഭയങ്കര സിമ്പിളാണ്, നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ഫ്രെയിം എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ലാസ്റ്റായിട്ട് പറയാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീഡിയോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഫോട്ടോ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യണം. അതിനുശേഷം എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ഡിസ്ട്രക്ഷൻ ആൻഡ് വാപ്പിൽ പോയിട്ട് ടൈൽസ് എഫക്റ്റ് നിങ്ങൾ ആഡ് ചെയ്യുക. അത്രയും നിങ്ങളുള്ളൂ. ആ ഒരു ഫ്രെയിം നിങ്ങൾക്കിപ്പോൾ പോയതായിട്ട് കാണാനായിട്ട്. അതിനുശേഷം നിങ്ങൾ മിററും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ടൈൽസ് ഒന്ന് കളഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കാണാനായിട്ട് പറ്റും ആ ഒരു ഫ്രെയിം വരുന്നത്. ഞാൻ കളയാനായിട്ട് പോവാണ്. ഓക്കെ, സോ ആ ഒരു ഫ്രെയിം ഇവിടെ വന്നിട്ടുണ്ട്. ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്താൽ ആ ഒരു ഫ്രെയിം പോകും. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ HDR Sharpen CC 3.0 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടും ഞാൻ കുറേ ഹൈപ്പ് തന്നു ഈ ഒരു CCക്കായിട്ട്. നിങ്ങളൊന്ന് എന്നോട് ക്ഷമിക്കണം, ഇത്രയും ടൈം എടുത്തതിൽ എന്നോട് ക്ഷമിക്കണം. കുറേ പ്രൊമോഷൻ വാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ടൈം ലേറ്റ് ആയത് ഈ ഒരു CC അപ്ലോഡ് ചെയ്യാനായിട്ട്. സോ ഇതുവരെ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.